എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 2026 തുടക്കത്തിലാണ് നമ്മൾ കാണുന്നത്, സംസാരിക്കുന്നത്. 2025 കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു, സിനിമകൾ കണ്ടു, ഇഷ്ടപ്പെട്ട കുറച്ച് യാത്രകൾ നടത്തി. സമാനമായി ചിന്തിക്കുകയും പലപ്പോഴും കാണുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ കൂടി വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ. അഭിപ്രായങ്ങൾ, അഭിരുചികൾ ഇതിലൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മുടെ ഇഷ്ടാവൂല, വേറെ ഒരാളെ ഇഷ്ടം. എന്നാലും കണ്ട മനസ്സിൽ തങ്ങി നിന്ന് 2-3 സിനിമകൾ, വായിച്ച 2-3 പുസ്തകങ്ങൾ, യാത്രകൾ പിന്നെ വ്യത്യസ്തമായതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം പരാമർശിക്കുന്നില്ല. 2025 തുടക്കത്തിൽ വന്നിട്ടുള്ള രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ ഒരു സ്ക്രിപ്റ്റിൻ്റെ വർക്ക് കൊണ്ട് ഏറ്റവും മികവുറ്റതായിട്ട് തോന്നി. അതൊരു ബ്രില്യൻ്റ് തോട്ടാണെന്നുള്ളത് ആ സമയത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജോഫിൻ ടി ചാക്കോണ് അതിൻ്റെ സംവിധാനം നിർവഹിച്ചുള്ളത്, രേഖാചിത്രം. അപ്പോൾ 2025 ഫേവററ്റ് സിനിമകളുടെ കൂട്ടത്തിൽ രേഖാചിത്രം ഉണ്ട്. തുടർന്ന് വന്നിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി കുറച്ചൊരു ത്രില്ലർ സ്വഭാവമുള്ള കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയാണ്. അതും വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ ആസ്വദിച്ചൊരു സിനിമയാണ്. 2025 അവസാനം വന്നിട്ടുള്ള കളങ്കാവലും എക്കോയുമാണ് മറ്റ് 2 ഇഷ്ട സിനിമകൾ. കളങ്കാവലിനെ കുറിച്ച് മുമ്പ് ഞാൻ ഇതേ ചാനലിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. എക്കോ ബ്രില്യൻ്റ് മൂവിയാണ്. ഒരു സ്റ്റോറി നായകനാകുന്ന, തിരക്കഥ നായകനാകുന്ന ഒരു സിനിമയായിട്ടാണ് എക്കോ ഫീൽ ചെയ്തിട്ടുള്ളത്. എവിടെയും ഏതിൽ ഭാഷയിൽ കൊണ്ടുപോയിട്ടും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും അതെടുത്തിരിക്കുന്ന രീതി, രഞ്ജിത്ത് അയ്യത്താൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ്. അത്ര മികച്ച സിനിമയായിട്ടാണ് എക്കോ തോന്നിയിട്ടുള്ളത്. 2025 ഏറ്റവും മികച്ച 5 സിനിമകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുൻനിരയിൽ എക്കോ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പുസ്തകത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിമിതി കൊണ്ട് ഡിജിറ്റൽ വായന അതല്ലെങ്കിൽ നമുക്ക് പുസ്തകം കയ്യിൽ കിട്ടി വായിക്കുന്ന 2 രൂപത്തിലാണെന്നുണ്ടെങ്കിലും വളരെ മോശം വർഷമാണ് 2025 എന്നെ സംബന്ധിച്ചിട്ട്. വളരെ പ്രതീക്ഷയോടെ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്ക് ശേഷം വന്നിട്ടുള്ള രാത്രി 12 മണിക്ക് ശേഷം എന്ന് പറഞ്ഞ പുസ്തകമാണ് വായിച്ചത്. ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ടാണ് ആ പുസ്തകം തോന്നിയിട്ടുള്ളത്. 2ാം ആവർത്തി വായിച്ചിട്ടുള്ള ഡാൻ ബ്രൗണിന്റെ എക്കാലത്തെയും മികച്ച നോവൽ ഡാവിഞ്ചി കോഡ്, അത് 2ാം വായന പൂർത്തിയാക്കി. അത് നമ്മുടെ ഫേവററ്റ് ആയതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. പിന്നെ ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, അരുന്ധതി റോയിയുടെ ഒരു നോവല് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായനയിലാണ്. അങ്ങനെ 2-3 പുസ്തകങ്ങളാണ് 2025 മുഴുവനായിട്ട് വായിച്ചു തീർത്ത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആദ്യം പറഞ്ഞ 2 നന്നായിട്ട് തന്നെ ആസ്വദിച്ച് വായിച്ചതാണ്. അതിൽ രാത്രി 12 മണിക്ക് ശേഷം എന്ന് പറഞ്ഞ നോവല് വ്യക്തിപരമായിട്ട് ആ ഹൈപ്പിനൊത്ത് വന്നിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. 2026 എനിക്കും നിങ്ങൾക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.